ബി.ജെ.പി. നേതാവ് നടൻ ആയ കൃഷ്ണകുമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ഹെഡ്ലൈൻസിൽ നമ്മൾ നൽകിയിരുന്നു. ആ വാർത്ത നമ്മൾക്ക് നൽകേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നൽകേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് തൻ്റെ കുടുംബം കടന്നു പോകുന്നതെന്ന് കൃഷ്ണകുമാർ പറയുന്നു. കടയിലെ കണക്കുകളിൽ പോലീസ് മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് നടത്തും. ഡിഎയുടെയും ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കും. കടയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായൊരു അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. പ്രാഥമികമായി സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ട വീഡിയോയിൽ ജീവനക്കാരികൾ തന്നെ കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്. എന്നു മുതൽ എത്ര രൂപ വരെയാണ് ക്രമക്കേട് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണം. പോലീസിന് പരാതി നൽകിയ ശേഷം ജീവനക്കാരികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ശരിയായില്ലെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നുപോകുന്നതെന്ന് കൃഷ്ണകുമാർ. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും പോകുന്നത്. ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസ് കൊടുത്തതിന് ശേഷം അവർ കൊടുത്ത കൗണ്ടർ കേസിൻ്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊക്കെ ഇട്ട് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ജീവനക്കാരുടെ QR കോഡ് വഴി പണം ഒരു ഘട്ടത്തിലും വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കേണ്ടത്? ഡെയിലി ഞങ്ങളുടെ QR കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയയ്ക്കൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലുണ്ട്, ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട്. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണം ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റൂ. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം. ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ മാത്രമാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം വരെയും ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെന്നും ഇനി നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.